സൂചിപ്പിച്ചതുപോലെ അതിജീവനത്തിൻ്റെ പുതുപാഠവുമായി മുണ്ടക്കൈ വെള്ളാർമല സ്കൂളുകൾ നാളെ പ്രവേശനോത്സവം ആഘോഷിക്കുകയാണ്. ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈ ഗവൺമെൻറ് LPയും വെള്ളാർമല GVHSSും തിങ്കൾ മുതൽ മേപ്പാടിയിലാണ് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് പ്രവേശനോത്സവം നടത്താനാണ് പൊതുവെല്ലിപ്പ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ 12 ക്ലാസ് മുറികൾ, 2 IT ലാബ്, ഓഫീസ്, സ്റ്റാഫ് റൂമുകൾ എന്നിവയാണ് വെള്ളാർമലയ്ക്കായി മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. മുണ്ടക്കൈ സ്കൂളിനായി APJ ഹാൾ 5 ക്ലാസ് മുറികൾ തിരിച്ചിട്ടുണ്ട്. അവിടെ ഓഫീസ് മുറിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഉച്ചഭക്ഷണം, പാഠപുസ്തകം, യൂണിഫോം, അതുപോലെ ഫർണിച്ചർ, ശുചിമുറികൾ തുടങ്ങിയവയും ഉറപ്പാക്കിയിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും ചൂരൽമലയിൽ നിന്ന് മേപ്പാടിയിലേക്ക് KSRTC സ്റ്റുഡൻസ് ഒൺലി സൗജന്യ സർവീസ് നടത്തും. സ്വകാര്യ ബസ്സുകളിലും സൗജന്യ യാത്രാ പാസ് അനുവദിക്കും. LP വിദ്യാർത്ഥികൾക്കായി ഓട്ടോ, ജീപ്പ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവേശനോത്സവത്തിൽ മന്ത്രിമാരായ OR കേളു, K രാജൻ, AK ശശീന്ദ്രൻ, PA മുഹമ്മദ് റിയാസ്, അവിടുത്തെ ബഹുമാനപ്പെട്ട MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ നേതാക്കന്മാർ എല്ലാവരും പങ്കെടുക്കും. അതൊരു ഈ ദുരന്ത ഭൂമിയിൽ ഒരുപാട് ദുഃഖവും പ്രയാസവും വിഷമവും ഒക്കെ സഹിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവേശനോത്സവം അവർക്ക് അതെല്ലാം മറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം കൂടി ആയിരിക്കും. അല്ലാതെ അവിടെ ഒരു ജനകീയ ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ കെടുതിയിൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദുഃഖാന്തരീക്ഷം അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. ആ ദുഃഖാന്തരീക്ഷം മെല്ലെ മെല്ലെ മാറ്റിക്കൊണ്ട് വരിക എന്നുള്ളതാണ് വലിയ ആ ആശ്വാസം മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ വലിയ സാധാരണഗതി നടത്തുന്ന പോലുള്ള പ്രവേശനോത്സവത്തിൻ്റെ ആഘോഷ പരിപാടികളുണ്ടല്ലോ. അങ്ങനെ ആഘോഷ പരിപാടി നടത്താൻ നമ്മുടെ മനസ്സനുവദിക്കില്ലല്ലോ. അത്രമാത്രം ദുഃഖമാണല്ലോ ആ പ്രദേശം നമ്മുടെ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ ഒരു ആഘോഷം ഒന്നും പറയുന്നതിന് വേണ്ടി പറ്റില്ല. നമ്മുടെ കുട്ടികൾക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയൊരു മനസ്സ്, പുതിയൊരു സമീപനം, പുതിയൊരു കാൽവയ്പ്, അതിന് ഒരു പ്രചോദനവും ആവേശവും കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രവേശനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും മറ്റ് ഏജൻസികൾ ഏറ്റവും ആലോചിച്ചുകൊണ്ട് കൗൺസിലിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ തന്നെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക്, കൊച്ചുകുട്ടികൾക്ക് കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് സ്കൂളിൽ അതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സജ്ജീകരണം ഉണ്ടാക്കുന്നുണ്ട്. കൗൺസിലിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.